ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ബന്ധുജനസ്തുത ഗോവിന്ദ വിശ്വാത്മക ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ. തലേ ദിവസം രാത്രി ദുര്യോധനൻ വന്ന് സങ്കടം പറഞ്ഞപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞതെല്ലാം മനസ്സിലായി സന്തോഷത്തോടു കൂടി ആണ് ദുര്യോധനൻ തിരിച്ച് ശിബിരത്തിലേക്ക് പോയത്. അപ്പോൾ ഭീഷ്മ പിതാമഹനും പറയണ്ടായി. ദ്രോണാചാര്യരുടെ വാക്കുകൾ കഴിഞ്ഞപ്പോൾ ഭീഷ്മ പിതാമഹൻ പറഞ്ഞത്, ദുര്യോധന, സൈന്യബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ നേതൃബലം കൊണ്ടോ അങ്ങയെ ജയിക്കാൻ ഈ ഭൂലോകത്തൊരു പടയുമില്ല, സംശയം വേണ്ട. അത്രയ്ക്ക് വലുതാണ് അങ്ങയുടെ ബലം. എന്നിരുന്നാലും പാണ്ഡവരെ ജയിക്കുക എന്നുള്ളത് പ്രയാസമാണ്. ഇത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. എന്താ, നമ്മുടെ എതിരെ നിൽക്കുന്നത് നരനാരായണന്മാരാണ്. അവരെ ഒരിക്കലും ജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചിട്ട് നമ്മൾ ചെയ്യാണ്ടെന്നിരിക്കില്ല. ഞങ്ങളുടെ പരമാവധി കഴിവ് പുറത്തെടുക്കുക തന്നെ ചെയ്യും, സംശയം വേണ്ട. ഞങ്ങൾ പ്രാണൻ കളഞ്ഞ് അങ്ങയ്ക്ക് വേണ്ടി പോരാടും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. നാളെ യുദ്ധമുഖത്ത് കാണുന്ന ഒരു ശത്രുവിനെ പോലും ജീവനോടെ ഞങ്ങൾ വിടുന്ന് പ്രതീക്ഷിക്കണ്ട. ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്കും ദുര്യോധനൻ വീണ്ടും ഉത്തേജകനായി. അങ്ങയുടെ ഈ മുറിപ്പാടുകളും ആയുധക്ലേശങ്ങളും ഒക്കെ മനസ്സിനെയും കൂടിയും ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. മനസ്സെപ്പോഴും ഊർജ്ജസ്വലമാക്കി നിർത്തണം യുദ്ധഭൂമിയിൽ. ദേഹത്തുള്ള ഈ വ്രണങ്ങളും ഈ വേദനയൊക്കെ മാറാൻ വേണ്ടിയിട്ട് വശല്യകരണി എന്ന് പറഞ്ഞിട്ടൊരു ഔഷധമുണ്ട്. അത് ഞാൻ തരാം. അത് മേത്തൊക്കെ പുരട്ടു. അതോടുകൂടി തനിക്ക് ഈ വ്രണങ്ങളൊക്കെ ഉണങ്ങി വേദനയൊക്കെ മാറും. ഒട്ടും വിഷമിക്കണ്ട, ധൈര്യമായിട്ട് പൊക്കോളൂ. നാളെ എന്ത് തന്നെ ആയാലും ശരി, ഞങ്ങൾ രണ്ടുപേരും ശത്രുമുഖത്തുള്ള ഒരാളെയും ജീവനോടെ ബാക്കി വിടില്ല. ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്കും പിന്നെയും ദുര്യോധനന് സന്തോഷമായി. വന്ന് എല്ലാവരോടും ഇത് പറഞ്ഞു. അവർക്കെല്ലാവർക്കും അതിൽ വേഗം ആവേശമായി. അടുത്ത ദിവസം കാലത്തായി. 7-ാം ദിവസം കാലത്ത് അതികാലെ തന്നെ ഭീഷ്മ പിതാമഹൻ വ്യൂഹബന്ധനം കഴിച്ചു. മണ്ഡലവ്യൂഹമാണ് ബന്ധിച്ചത്. എതിർഭാഗത്ത് ദൃഷ്ടദ്യുമ്നൻ വജ്രവ്യൂഹമാണ് ചമച്ചത്. ഉടനെ യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. യുദ്ധം തുടങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു? ഒരാളോട് എതിർക്കുക, ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പം മാറുക. എവിടെയൊക്കെ ആവശ്യമുണ്ടോ അങ്ങോട്ടൊക്കെ മാറുകയാണ് യുദ്ധം. യുദ്ധത്തിൻ്റെ നിബന്ധനകളിൽ കുറേ വ്യത്യാസമൊക്കെ വന്നിരിക്കണു. ആവേശമാണ് ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്നത്. തുടക്കം തന്നെ ഭീഷ്മനും അർജുനനും കൂടിയിട്ടുള്ള ഏറ്റുമുട്ടലാണ്. ദുര്യോധനൻ ഭീഷ്മൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം ആളുകളെ സജ്ജാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഭീഷ്മൻ തൻ്റെ പരാക്രമവും അജയ്യമായ ശക്തിയും പുറത്തേക്കെടുത്തു. അർജുനനും കുറവൊന്നുമല്ല, അതേമാതിരി തന്നെ പിടിച്ച് നിൽക്കുക. ഈ സമയത്ത് ഭീമനും ദ്രോണാചാര്യരും തമ്മിൽ ഏറ്റുമുട്ടി. ഉടനെ ഭീമനെ രക്ഷിക്കാനായിട്ട് വിരാട രാജാവ് അവിടെ എത്തി. ദ്രോണൻ വിരാട രാജാവിൻ്റെ തേരും കുതിരകളും സൂതനെയും ഒക്കെ പൊട്ടിയാക്കി. ഉടനെ വിരാട രാജാവിൻ്റെ പുത്രൻ അച്ഛനെ സഹായിക്കാൻ അവിടെ എത്തി. അധികം താമസം ഉണ്ടായില്ല. വിരാടപുത്രനായ ശങ്കനെ ദ്രോണൻ കൊന്നു വീഴ്ത്തി. വിരാടൻ്റെ കോപം ഇരട്ടിച്ചു. യുദ്ധം 10 മടങ്ങ് ശക്തിമത്തായി തീർന്നു. അപ്പം ദ്രോണന് ഒരു ചെറിയ ആലസ്യം മാതിരി. ഇത് കണ്ട് അച്ഛനെ സഹായിക്കാൻ അശ്വത്ഥാമാവ് അവിടെ ഓടിയെത്തി. എന്നിട്ട് ദ്രോണനെ പിന്നിലേക്ക് മാറ്റി. ഇനിയൊരു ഭാഗത്ത് അലംബുഷൻ എന്ന് പറഞ്ഞ രാക്ഷസനും സത്യകിയും കൂടിയിട്ട് ഏറ്റുമുട്ടുക. ദൃഷ്ടദ്യുമ്നനും ദുര്യോധനനും കൂടിയിട്ട് വേറൊരു ഭാഗത്ത്, ഭീമനും കൃതവർമാവും വേറൊരു ഭാഗത്ത്. സത്യകിയുടെ അപാര ആക്രമണം കാരണം അലംബുഷൻ എന്ന് പറഞ്ഞ രാക്ഷസൻ പിന്മാറി. ദൃഷ്ടദ്യുമ്നൻ ദുര്യോധനൻ്റെ തേരും കുതിരകളെ നശിപ്പിച്ചു. ദുര്യോധനൻ്റെ തേരും പോയി,
അങ്ങനെ നിസ്സഹായനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ശകുനി വന്ന് ദുര്യോധനനെ പിന്നിലേക്ക് കൊണ്ടുപോയി. കൗരവരുടെ പ്രതാപം ഭീഷ്മൻ തലേ ദിവസം പറഞ്ഞതുമാതിരി പാണ്ഡവരുടെ മുമ്പിൽ നിഷ്പ്രഭമാവുകയാണ്. ഗംഗാജലം കുടിക്കാൻ വലിയ സ്വാദിഷ്ടമാണ്. അത് സമുദ്രത്തിൽ ജയിക്കുമ്പോഴോ ഉപ്പ് രസമായിട്ട് മാറുന്നു. അതുപോലെയായി ഇപ്പം ഇന്നത്തെ അവസ്ഥ. പാണ്ഡവരോട് എതിർക്കുമ്പോൾ കൗരവർ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത നിലയിലേക്ക് പോണു. മധ്യാഹ്നത്തിന് മുമ്പ് നടന്ന യുദ്ധത്തിൽ എടുത്തു പറയാവുന്നത് ഇരാവൻ്റെയും അവന്തി രാജാക്കന്മാരായ വിന്ദാനുവിന്ദന്മാരാണ് ഇവരോട് എതിർത്തത്. പ്രഗ്ജ്യോതിഷ രാജാവായ നരകാസുരൻ്റെ പുത്രനായ ഭഗദത്തൻ നാൽക്കൊമ്പൻ്റെ പുറത്ത് കയറി വന്നാണ് ഏറ്റുമുട്ടിയത്. അയാളെ എതിർത്തത് ഘടോൽക്കജനാണ്. അവസാനം ഘടോൽക്കജന് പിന്മാറേണ്ടതായിട്ട് വന്നു. പോർക്കളത്തിൻ്റെ ഇനിയൊരു ഭാഗത്ത് നകുല സഹദേവന്മാർ മാതൃരാജാവിനെ തോൽപ്പിച്ച് ഓടിപ്പിച്ചു വിട്ടു. സമയം ഏതാണ്ട് മധ്യാഹ്നമായി. 4 ഭാഗത്തും യുദ്ധം അങ്ങനെ നടക്കുകയാണ്. യുധിഷ്ഠിരൻ സുദായസ് എന്ന് പറഞ്ഞ കൗരവരാജാവുമായിട്ട് ഏറ്റുമുട്ടി. യുധിഷ്ഠിരൻ്റെ തേരും കുതിരകളും നഷ്ടമായത് തന്നെ മെച്ചം. യുധിഷ്ഠിരൻ വിട്ടൊന്നുമില്ല. യുധിഷ്ഠിരൻ തിരിച്ച് ശ്രുതായുസിൻ്റെ തേരും കുതിരകളെയും നശിപ്പിച്ചു. ചേകിതനും കൃപനും തമ്മിൽ ഏറ്റുമുട്ടി. അതും അതിഭയങ്കര യുദ്ധം തന്നെയായിരുന്നു. പ്രഗത്ഭനായ ദൃഷ്ടകേതു സൗഭദത്തനോടാണ് ഏറ്റുമുട്ടിയത്. ധൃതരാഷ്ട്രപുത്രന്മാരിൽ ചിത്രസേനൻ, വികർണൻ, ദുർമർഷണൻ ഇവർ 3 പേരും ഒന്നിച്ച് വന്ന് അഭിമന്യുവിനോട് ഏറ്റുമുട്ടി. കാര്യം ഉണ്ടായില്ല. ക്ഷീണിച്ച് പിന്മാറുകയുണ്ടായുള്ളൂ. അഭിമന്യുവിൻ്റെ മുമ്പിൽ ഇവർ ആരും ആയിരുന്നില്ല. കാലത്ത് തുടങ്ങിയ അർജുനൻ്റെയും ഭീഷ്മൻ്റെയും തമ്മിലുള്ള പോരാട്ടം അതേ നിലയിൽ തന്നെ തുടരുകയാണ്. ഭീഷ്മനെ സഹായിക്കാൻ എത്തിയ രാജാക്കന്മാർ ഒന്നൊന്നായിട്ട് പിന്മാറും. ഇത് കണ്ട ദുര്യോധനൻ ഉടനെ വേറൊരു കൂട്ടം രാജാക്കന്മാരെ ഭീഷ്മൻ്റെ സഹായത്തിന് എത്തിക്കും. അങ്ങനെയാണ് അത് നടന്നുകൊണ്ടിരുന്നത്. തൻ്റെ ബന്ധുക്കൾ ഓരോരുത്തരായി മരിക്കുന്നത് കണ്ടപ്പോൾ തൃഗർത്ത രാജാവിന് വലിയ ദുഃഖവും സങ്കടമൊക്കെ ഉണ്ടായി. അർജുനനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ള വാശി മൂത്തു. പക്ഷെ എന്താ കാര്യം? ഒരു ശരം പോലും അർജുനൻ്റെ മേത്ത് തൊടിയിക്കാൻ ഇയാളെ കൊണ്ട് കഴിഞ്ഞില്ല. ഈ സമയത്ത് ദുര്യോധനൻ ശല്യനെ കൂട്ടുപിടിച്ച് അർജുനനോട് എതിർക്കാൻ എത്തി. ഭീഷ്മപിതാമഹനെ സഹായിക്കാനാണ് വന്നത്. അത് കണ്ടപ്പോൾ ശിഖണ്ഡി അർജുനനെ സഹായിക്കാൻ എത്തി. ശിഖണ്ഡി പിന്നിൽ നിന്നേ ഉള്ളൂ. അർജുനനെ സഹായിക്കുക അത്രയേ ഉള്ളൂ. അതിശക്തമായ യുദ്ധത്തിൽ ശിഖണ്ഡി ജയദ്രഥൻ ദുര്യോധനൻ കൂട്ടുകെട്ടിനെ പൊളിച്ചു. അവരെ ഛിന്ന ഭിന്നമാക്കി. എവിടെന്നറിയില്ല. ആ സമയത്ത് യുധിഷ്ഠിരനും ഭീമനും നകുല സഹദേവന്മാരും എല്ലാം അർജുനൻ്റെ ചുറ്റും വന്നുകൂടി. എല്ലാവരും കൂടി ഉത്സാഹിച്ചിട്ടും ഒരു ശരം പോലും ഭീഷ്മൻ്റെ മേത്തും കൊള്ളിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പെട്ടെന്ന് ശിഖണ്ഡി ഉച്ചത്തിൽ അട്ടഹസിച്ച് അർജുനനെ പിന്നിലാക്കി ഭീഷ്മനോട് എതിർക്കാൻ അങ്ങോട്ട് എത്തി. ആ വരവ് കണ്ടാൽ അന്തകൻ വരികയാണോ എന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് ദേഷ്യത്തിലാണ് വരവ്. ഇത് കണ്ടപ്പോൾ അയ്യോ ശിഖണ്ഡിയാണ് മുമ്പിൽ. ഉടനെ ശല്യൻ ചാടി വീണ് ശിഖണ്ഡിയുമായിട്ട് എതിർത്തു. ഭീഷ്മനെ പിന്നിലേക്ക് അങ്ങോട്ട് മാറ്റി. അങ്ങനെ യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഭീഷ്മർ യുധിഷ്ഠിരൻ്റെ കൊടിമരം മുറിച്ചു. ഇത് കണ്ട ഉടനെ തന്നെ നകുല സഹദേവന്മാർ യുധിഷ്ഠിരനെ പിന്നിലേക്ക് മാറ്റി. നേരെ സന്ധ്യയായി തുടങ്ങി. കണ്ണ് കാണുന്നത് കഷ്ടിയായി തുടങ്ങി. അതുവരെ ശ്രമിച്ചിട്ടും ഭീഷ്മൻ്റെ മേത്ത് ഒരു ശരം പോലും പാണ്ഡവരെ കൊണ്ട് ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അതേമാതിരി എത്ര ശ്രമിച്ചിട്ടും കൗരവർക്ക് അർജുനൻ്റെ മേത്തും ഒരു ശരം പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ഭീഷ്മൻ 7-ാം ദിവസം പാണ്ഡവപ്പടയെ ശരിക്കും മർദ്ദിച്ചു എന്ന് തന്നെ പറയണം. ആദിത്യൻ അസ്തമിച്ചു കഴിഞ്ഞു. ഇരുട്ടായി. തമ്മിൽ കാണാൻ തന്നെ വയ്യ. യുദ്ധം അവസാനിപ്പിച്ചു. എല്ലാവർക്കും ഭഗവാൻ ഐശ്വര്യവും സമൃദ്ധി നൽകി രക്ഷിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.